എൻ്റെ പേര് എബി മോസസ്. സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാം. ഞാൻ ESI ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു, തൃശ്ശൂർ പൂങ്കുന്നത്ത്. കണ്ണാറ പീച്ചി സെൻറ് തോമസ് മാർത്തോമ ഇടവാംഗമാണ്. എനിക്ക് വൈഫ്, 2 കുട്ടികൾ, 2 ആൺകുട്ടികളാണ്. വൈഫ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പേര് സുജ. മക്കൾ 2 പേര്, ജോയൽ, ജോഷുവ. ഒരാൾ 9ാം ക്ലാസ്സിലും മറ്റേ ആൾ 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഞാൻ ജോസി പുല്ലാട്. ഞാൻ കുമ്പനാട് സ്വദേശിയാണ്. കുമ്പനാട് ശാലയം മാർത്തോമ ഇടവക അംഗമാണ്. 2 കുഞ്ഞുങ്ങളും 1 ഭാര്യയുമുണ്ട്. സംഗീത മിനിസ്ട്രിയിൽ തന്നെ കുടുംബം ഒരുമിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾ 2 പേരും പാടുന്നവരാണ്. എൻ്റെ മാരാമൺ കൺവെൻഷനിൽ 2025 2 ഗാനങ്ങൾ സംഗീതം ചെയ്യുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2000 തൊട്ട് സംഗീതം ചെയ്യുവാനായിട്ട് തുടങ്ങിയതാണ്. ഈ വർഷവും 2 ഗാനങ്ങൾ എടുത്തതിലുള്ള സന്തോഷവും ഒക്കെ ഞാൻ പങ്കുവയ്ക്കുന്നു. 2003 മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. ആ കാലഘട്ടം മുതൽ സംഗീതവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. കുറച്ച് വർഷക്കാലം, ഏകദേശം ഒരു 12 വർഷക്കാലം വിദേശത്തായിരുന്നു. ആ സമയത്തും ബഹ്റിൻ മാർത്തോമ പാരിഷിനോട് ചേർന്ന് അവിടുത്തെ ഒരു ടെന്നർ വോയിസ് കൈകാര്യം ചെയ്യുന്ന ഒരു എളിയ ഗായക സംഘം അംഗമായിട്ട് ദൈവം എന്നെ നിലനിർത്തി. പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി നല്ലൊരു ജോലി ലഭിച്ചു. സർക്കാർ സർവീസിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസത്തിൻ്റെതായിട്ടുള്ള കാലഘട്ടമായിരുന്നു. എങ്കിൽ പോലും ഞാൻ അതിനെ തരണം ചെയ്ത വിധം വേറൊരു തരത്തിലായിരുന്നു. അന്ന് എനിക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ കുറേ അധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം അവസരം തന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു. ഒരു കോവിഡ് കാലത്തെ അസാധാരണമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതിന് ഇടയായി തീർന്നു. അങ്ങനെ മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനം എനിക്ക് മാർത്തോമ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. അന്ന് ആ സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് സമയങ്ങൾ, കുറച്ച് ഫ്രീ ടൈം, സത്യം പറഞ്ഞാൽ കോവിഡിൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ക്വാറന്റൈൻ പീരീഡ് നമുക്ക് ലഭിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ എഴുതിയ ഏകദേശം 5 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പാട്ടാണ് 2025 മാരാമൺ കൺവെൻഷന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ എനിക്ക് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കോവിഡ് കാലത്ത് അസാധാരണമായിട്ടുള്ള പോരാട്ടം നടത്തിയതിന് ഏഷ്യാനെറ്റ് ന്യൂസ് എനിക്ക് അവാർഡ് നൽകി. പിന്നീട് MA യൂസഫ് അലി സാറ് എനിക്ക് 1 ലക്ഷം രൂപയുടെ അവാർഡ് നൽകി എന്നെ ആദരിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലേക്ക് എനിക്ക് നൽകിയ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം, അതൊക്കെ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ പാട്ടിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അസാധാരണമായിട്ടുള്ള ചില പദങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഇടപെട്ടതായിട്ടുള്ള രോഗികൾ, ആരും തിരിഞ്ഞു നോക്കാനായിട്ട് ഇല്ലാതെ കിടന്ന കുറേ മേഖലകൾ, പലരും എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടിയ പല സ്ഥലങ്ങളിലേക്കും കർത്താവ് എന്നെ എത്തിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിയായിട്ടുള്ള ഉൾക്കാഴ്ച, പലപ്പോഴും പദങ്ങളിലൂടെ ദൈവം എന്നെ പല പദങ്ങളിലൂടെ അത് പുറത്തേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ എഴുതിയൊരു പാട്ടാണ് നിമിഷം മതി ഒരു നിമിഷം മതി എന്നുള്ളതായിട്ടുള്ള ഗാനം. എൻ്റെ മനസ്സിലേക്ക്
ആ സമയത്ത് കടന്നു വന്ന അസാധാരണമായിട്ടുള്ള ചില ചിന്തകൾ, അത് അർത്ഥവത്തായ കുറേ നല്ല വാക്കുകൾ ദൈവം എനിക്ക് ആ സമയത്ത് തന്നു. അത് വരികളിലൂടെ ഞാനത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ദേവനിലൂടെ ആ വരികൾ തന്നു. ആ വരികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സംഗീതം ലഭിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് പലരെയും സമീപിച്ചു. ഞാൻ മുൻ വർഷങ്ങളിൽ 2 വർഷങ്ങളിൽ ഞാൻ മാരാമണിലെ പാട്ടുകൾ എഴുതി അയച്ചിരുന്നു. അത് നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്, പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഗാനങ്ങൾ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചത്. പക്ഷേ 3-ാം വട്ടം, 2 വട്ടവും അത് സെലക്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ 3-ാം വട്ടം ഞാനത് എൻ്റെ സുഹൃത്ത് വഴി ഞാനത് ബഹുമാനപ്പെട്ട ജോസി പുലാട് സാറിനെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല ആളുകളിൽ നിന്നും എനിക്ക് സാറിൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കുവാൻ പല സന്ദർഭങ്ങളിലും കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഈ പാട്ട് സാറിനെ ഏൽപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഒരു നമ്പർ കളക്ട് ചെയ്ത് ഞാൻ സാറിനെ വിളിക്കുന്നു. ഞാൻ ഈ പാട്ട് സാറിന് അയച്ചു കൊടുത്തു. പാട്ട് വരികൾ വായിച്ചതിന് ശേഷം സാർ എന്നെ വിളിച്ചു. സാറ് പറഞ്ഞു, ഈ പാട്ട് എന്തായാലും സെലക്ട് ചെയ്യപ്പെടും, അത്രയും നല്ല അർത്ഥവത്തായ വാക്കുകളാണ്, അതുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്യപ്പെടും, എനിക്ക് കുറച്ച് സമയം തരണം, നല്ല സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണിതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പാട്ട് സെലക്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ അപ്പുറം വരികളിൽ അദ്ദേഹം നല്ലൊരു താല്പര്യം കാണിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമായി. വരികൾ നല്ല രീതിയിലായിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടായി. പിന്നീട് സാറിനെ വിളിച്ച് ഞാൻ ഈ പാട്ട് ഏൽപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ സാറ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്യൂൺ എനിക്ക് അയച്ചു തന്നു. എബി സാറ് മാരാമൺ കൺവെൻഷന് വേണ്ടി ഈ പാട്ട് എൻ്റെ കയ്യിൽ നൽകിയപ്പോൾ ഞാൻ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മാരാമൺ കൺവെൻഷനിൽ അനേക ഗാനങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് ലിറിക്കാണ്. പല പാട്ടുകളും ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം വരികൾ നോക്കുമ്പോൾ തന്നെ ഒത്തിരി സങ്കടം തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കയ്യിൽ കിട്ടുന്ന എല്ലാ പാട്ടുകളും എടുത്ത് ഞാൻ ചെയ്യാറില്ല. വളരെ സെലക്ട് ചെയ്ത് മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു ലിറിക്ക് കാണുമ്പോൾ എനിക്കറിയാം അതിനകത്ത് എന്ത് അതിലുണ്ട്, അതിൽ സംഗീതമുണ്ടോ കവിതയുണ്ടോ, അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ ഞാൻ പാട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ എടുക്കുന്ന പാട്ടും പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യുകയുമില്ല, സമയമെടുത്ത് തന്നെയാണ് സംഗീതം ചെയ്യുന്നത്. അപ്പോൾ ഈ എബി സാർ എനിക്ക് ഈ പാട്ട് തന്ന സമയത്ത് ഞാനത് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വായിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു, നല്ല വരികൾ. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാട്ട് എനിക്ക് തട്ടിക്കൂട്ടി ചെയ്യാനൊക്കത്തില്ല, എനിക്ക് സമയമെടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് എനിക്ക് തട്ടിക്കൂട്ടി അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ താല്പര്യമില്ല, ഇതിന് സമയം തരാമെങ്കിൽ അതിമനോഹരമായ ട്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എബി സാറ് സമ്മതിച്ചു. എനിക്ക് അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പാട്ട് സെലക്ട് ആകാൻ ചാൻസ് ഉള്ള ഒരു പാട്ടാണ്. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിമിഷം മതി എന്നുള്ള ആ വരി ഞാൻ സെലക്ട് ചെയ്തത്. കാരണം ഇത് കോറസ് ആയിരുന്നു. അപ്പം ഞാൻ എബി സാറിനോട് പറഞ്ഞു, ഇത് നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവരണം. കാരണം അതൊരു ചേഞ്ചാണ്, ആരും ചെയ്യാത്ത, ഇന്ന് വരെ ഒരു കോമൺ സാധനമല്ല അത്. അപ്പം അതിനകത്തൊരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കോറസിനെ നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാനതിനെ മുകളിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ, അപ്പം ഞാൻ ഏത് പാട്ട് ലിറിക്ക് തന്നു കഴിഞ്ഞാലും അവരുടെ ഒരു അനുഭവം ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കണം. ഞാൻ അഭിവന്യ സക്കറിയാസ് തിരുമേനിയോടൊപ്പം പാട്ട് ചെയ്യുമ്പോഴും തിരുമേനി ഓരോ പാട്ടുകളെക്കുറിച്ചും അനുഭവം പറയുമായിരുന്നു. അപ്പോഴാണ് നല്ല ട്യൂണുകൾ അതെനിക്ക് ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പാടുവാനായിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ട്. അങ്ങനെ എബി സാറും കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അതിനെ വളരെ അർത്ഥവത്തായ ഒരു ഇമ്പോർട്ടൻസ് അതിനകത്ത് കൊടുത്തു. കാരണം ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനായിട്ട് ഒരു നിമിഷം മതി. അപ്പോൾ അതിനെയാണ് ഞാൻ ഏറ്റവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഞാൻ അതിനെ ഒന്നാമത്തെ ലൈനായിട്ട് ഞാനത് കൊണ്ടുവന്നത്. അത് അതിമനോഹരമായിട്ട് എബി സാർ അത് എഴുതുകയുണ്ടായി. ട്യൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ
നല്ല പ്രതീക്ഷയോടുകൂടെ തന്നെ ഞാൻ ട്യൂൺ ചെയ്തത്. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല, അടച്ചത് തുറപ്പാനും സാധ്യമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാന് പ്രവർത്തിക്കുവാനായിട്ട് ഒറ്റ സെക്കൻഡ് മതി. ഈ ലോകം മുഴുവൻ അതിനെതിരായിട്ട് നിന്നാലും ദൈവം തുറക്കുന്നതിനെ അടയ്ക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള വലിയൊരു മെസ്സേജ് ഈ ഗാനത്തിലൂടെ എബിസാറ് നൽകി. അതിന് അതിമനോഹരമായ ട്യൂൺ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ബലം നൽകി, ശക്തി നൽകി, കൃപ നൽകി. അതിൽ ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ള മെസ്സേജ് എനിക്ക് ലഭിക്കുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് അത്ര വലിയൊരു ആഹ്ലാദം ഒന്നും തോന്നിയില്ല. കാരണം എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അന്നൊക്കെ പപ്പ പറയുമായിരുന്നു, ഈ അവാർഡുകളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിൻ്റെ ജീവിതം, ഈ കിട്ടുന്ന അവാർഡുകളൊക്കെ നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സമൂഹത്തിൽ ജീവിക്കുവാനുള്ള ദൈവം തന്ന അവസരമായിട്ട് ഇതിനെ കാണണം എന്ന് പപ്പ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു മെസ്സേജ് കിട്ടുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എൻ്റെ സഹോദരിയാണ്, മൂത്ത സഹോദരി. അവൾ ഒരു ഗായികയാണ്. മാരാമൺ കൺവെൻഷനിൽ 2003 കാസറ്റിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അവൾ എപ്പോഴും പറയുന്നൊരു കാര്യം, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ പാട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ദൈവത്തിന് മുമ്പിൽ, ദൈവത്തിന് വേണ്ടിയിട്ടാണ് നീ പാടേണ്ടതും പാട്ടുകൾ എഴുതേണ്ടതും എന്ന് എൻ്റെ സഹോദരി എപ്പോഴും പറയുമായിരുന്നു. അതാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇനിയും എഴുതുവാനായിട്ട് ദൈവം ശക്തി തരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. 2025 മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്ന വിശ്വാസികൾക്കൊക്കെയും ഈ പാട്ടിലൂടെ ഒരു ശക്തി, വലിയ ഒരു മെസ്സേജ് ലഭിച്ച് അതിൽ കൂടി ബലം പ്രാപിക്കുവാൻ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. കടന്നു വരുന്ന എല്ലാ വിശ്വാസികളും ഏറ്റെടുത്ത് അവരുടെ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ ഈ പാട്ട് പാടി ഇതിൽ ബലപ്പെടുവാനായിട്ട് ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിഷം മതി, ഒരു നിമിഷം മതി, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും മാറ്റി മറിക്കുവാനായിട്ട് ഒരു നിമിഷം മതി. ഈ ബലത്തോടുകൂടെ 2025 കൺവെൻഷനിൽ ഓരോ വ്യക്തികളും ആ ഒരു വിശ്വാസത്തിലായിരിക്കാൻ, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 2025 മാരാമൺ കൺവെൻഷനിൽ എബിസാറിൻ്റെ രചനയിൽ ഞാൻ സംഗീതം ചെയ്ത ഗാനത്തിൻ്റെ ആദ്യ വരികൾ നിമിഷം മതി, ഒരു നിമിഷം മതി. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാനാരാലും സാധ്യമല്ല, അടച്ചത് തുറപ്പാനും സാധ്യമല്ല. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാനാരാലും സാധ്യമല്ല, അടച്ചത് തുറപ്പാനും സാധ്യമല്ല.